അജിത് കുമാർ നായകനായ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ സംവിധായകൻ കസ്തൂരി രാജ കേസ് നൽകാനൊരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയിൽ പകർപ്പവകാശം ലംഘിച്ച് തന്റെ സിനിമയിലെ ക്ലാസിക് ഗാനങ്ങൾ ഉപയോഗിച്ചെന്നാരോപിച്ചാണ് സംവിധായകൻ നിയമ നടപടിക്കൊരുങ്ങുന്നത്. നടൻ ധനുഷിന്റെ പിതാവാണ് പ്രശസ്ത സംവിധായകനായ കസ്തൂരി രാജ. ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം നേടിയ ഗുഡ് ബാഡ് അഗ്ലി തിരക്കഥയ്ക്കൊപ്പം പഴയ പാട്ടുകളുടെ ഉപയോഗത്തിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മികച്ച കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് നേടിയതിന് പിന്നാലെ ചിത്രം അടുത്തിടെയാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ചിത്രം വീണ്ടും വിവാദമായി മാറിയിരിക്കുന്നത്. സേലത്ത് അടുത്തിടെ നടന്ന പരിപാടിയിൽ ചില യുവ ചലച്ചിത്ര സംവിധായകരിൽ കാണപ്പെടുന്ന ഒരു പുതിയ പ്രവണതയെക്കുറിച്ച് കസ്തൂരി രാജ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. യഥാർത്ഥ സംഗീത സംവിധായകർക്ക് ക്രെഡിറ്റ് നൽകാതെയോ പ്രതിഫലം നൽകാതെയോ ഗാനങ്ങൾ പുതിയ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇളയരാജ, ദേവ തുടങ്ങിയ ഇതിഹാസങ്ങൾ കാലാതീതമായ സംഗീതമാണ് സൃഷ്ടിച്ചതെന്നും എന്നാൽ ഇന്നത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഭൂതകാലത്തെ വളരെയധികം ആശ്രയിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നൊസ്റ്റാൾജിയയ്ക്കായി ക്ലാസിക് ട്രാക്കുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ ആദ്യം അനുമതി ചോദിക്കണമെന്നും കസ്തൂരി രാജ വ്യക്തമാക്കി. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ ഈ അടിസ്ഥാന മര്യാദ പോലും കാണിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏപ്രിലിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജ ഗുഡ് ബാഡ് അഗ്ലിയുടെ നിർമ്മാതാക്കൾക്ക് ക്ലാസിക് ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് നോട്ടീസ് അയച്ചിരുന്നു. ഈ ഗാനങ്ങൾ ശരിയായ അനുമതിയില്ലാതെ പരിഷ്കരിച്ച് വാണിജ്യവൽക്കരിച്ചതായി നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം 5 കോടി നഷ്ടപരിഹാരമാണ് ഇളയരാജ ആവശ്യപ്പെട്ടത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഗുഡ് ബാഡ് അഗ്ലി നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് രംഗത്തെത്തിയിരുന്നു. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഗാനം ഉപയോഗിച്ചതെന്ന് അവർ പറഞ്ഞു. മ്യൂസിക് ലേബലുകളിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റുകളും അവകാശങ്ങളും ആവശ്യാനുസരണം ലഭിച്ചിട്ടുണ്ടെന്നും നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും മൈത്രി മൂവി മേക്കേഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിർമ്മാതാവിന്റെ വാദം ശരിയല്ലെന്ന് പറഞ്ഞ കസ്തൂരി രാജ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും ഈ വിഷയത്തിൽ ഇളയരാജയുടെ നിലപാടിനെ ശക്തമായി അനുകൂലിക്കുകയും ചെയ്തു. കച്ചവടം പരിഗണിക്കാതെ യഥാർത്ഥ സൃഷ്ടികളെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.